കിളിപാലം വരുന്നുണ്ട്. വരട്ടെ. കല്ലുടക്കിയായിരിക്കും. അല്ല, കഞ്ഞി കുടിക്കുക. കിളിസാർ അറിഞ്ഞോ? എന്താ? നമ്മുടെ മാലയുടെ കല്യാണം കഴിഞ്ഞു. അയ്യോ, എപ്പോ? ആര് കഴിച്ചു? ഞാൻ അറിഞ്ഞേയില്ലല്ലോ. അയ്യോ, കഷ്ടായി. പുറകെ നടന്ന് ചെരുപ്പോരെ തേഞ്ഞതല്ലേ. പോയത് പോട്ടെ, ഞാൻ വേറെ ചെരുപ്പ് വാങ്ങിച്ചോളാം. ഏതായാലും ഞാനും ഒന്ന് കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുവാ. അതിനാരെങ്കിലും സമ്മതിക്കണ്ടേ? എടി കല്യാണി, നീ ഒന്ന് സമ്മതിച്ചു കൊടുക്കടി. പാവം, കുറെ നാളായി ഒരു പെണ്ണിനെ തേടി നടക്കുന്നു. എനിക്ക് വിളിച്ചവരെ പിടിക്കില്ല. നിനക്ക് പിടിക്കണ്ട. എന്നാ സാറ് സമയം കളയണ്ട, പോയി വേറെ വല്ല ജോലിയും നോക്ക്. അല്ല, ഞാനിവിടെ നിൽക്കാം. നിക്കത്തില്ല, ഞാനിതാ പോണ, ഇതാ പോണ, കണ്ട. എന്നെ കൊണ്ട് ഇത്രയൊക്കെ പണിയെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് എപ്പോഴാ കാശ് വേണ്ടാത്തത്? വഴി ഇതിലേ. അല്ല, ഇതാരാ? നാണുവാ? നാണു വിടുന്ന ഞാൻ കണ്ടില്ല കേട്ടോ. ശമ്പള ദിവസം അല്ലയോ, കാണത്തില്ല. കൊച്ചുപാറു, നാണുവിന്റെ ഓഹരി കൊടുക്കട്ടെ. ഈ ആഴ്ച കുറച്ച് ബുദ്ധിമുട്ടാണോ? നിങ്ങൾക്ക് എന്നാ ബുദ്ധിമുട്ടില്ലാത്ത? നാണോട്ടാ, നാണോട്ടാ, ഇതാ വാസു. അവൻ പോയോ? ആ, വെച്ചോല്ലേ. നാണോട്ടാ, ഈ ആഴ്ച തന്നെ വെറുതെ വേണം. അമ്മയ്ക്ക് സുഖമില്ലാണ്ട് കിടക്കുക. ഇറക്കല്ലേടാ, ഇന്നലെ നിന്റെ അമ്മയെ ഞാൻ കണ്ടതല്ലേ പച്ചരി ഇങ്ങോട്ടെ. ഊമയായിപ്പോയല്ലോ. വല്ലതും തിരിച്ചു പറയാൻ അറിയാവുന്നവരെ കാണിച്ചു കൊടുക്കായിരുന്നു. ഞാൻ ആകെ പേടിച്ചു പോയി. ആ നാണു എന്തിനും മടിക്കാത്തവനാ. അയാൾ ഇനി ഈ പകയും വെച്ച് നടക്കും. സൂക്ഷിക്കണേ വാസുവേട്ടാ. ഇന്നും നേരെ ഷാപ്പിലേക്കാണോ? ഒരു ദിവസമെങ്കിലും കുടിക്കാതിരുന്നൂടെ വാസുവേട്ടാ? കിട്ടുന്ന കാശ് മുഴുവൻ കണ്ട മനം ചെലവാക്കും. എടി മീനു, നിനക്കിവിടെ ഒരു വാസുവിന് മാത്രമേ പിടിച്ചോളൂ. ഞങ്ങളെന്താ ആണുങ്ങളല്ലേ? വെറുതെ സൊള്ളി നിൽക്കാതെ അവനോട് വേഗം കെട്ടാൻ പറയടി. പെണ്ണും പെടക്കോഴിയൊക്കെ ആവുമ്പോ താനെ താഴോട്ട് വന്നോളൂ. നിനക്കിന്ന് വല്ല ജോലിയുണ്ടോ? എന്ത് ജോലി ഉണ്ടെങ്കിലും നാണുവറ്റിന് വേണ്ടി ഞാനത് വേണ്ടാന്ന് വെക്കൂലേ? എനിക്ക് നിന്നെ കൊണ്ടൊരു കാര്യം ഉണ്ടായിരുന്നു. എന്ത് വേണം? മരിക്കണോ? എപ്പോ, എങ്ങനെ, എവിടെ വെച്ച്? അതൊന്നും വേണ്ട, നീ വാ. അയ്യോ, ദൈവമേ, കൊല്ലാൻ കൊണ്ടുപോവാണോ എന്തോ. വാസുവിന്റെ പതിവേ ആഴ്ച കൂലി കിട്ടിയപ്പം
ഷാപ്പിലെ കണക്ക് തീർക്കാമെന്ന് വിചാരിച്ച് കണക്ക് തീർത്ത് നോക്കിയപ്പം ബാക്കി 2 രൂപ 70 പൈസയേ ഉള്ളു. ഇതും കൊണ്ട് വീട്ടിൽ ചെന്ന പെണ്ണും പിള്ള എന്നെ തല്ലും വാസു. വാസു, നീയാണ് ദൈവം. ശരിയാ, ദൈവമേ, അങ്ങാണ് ദൈവം. കണാരമൂപ്പ, എല്ലാവർക്കും വാസുവിന്റെ ചെലവിൽ ഇഷ്ടമായിട്ട് കൊടുക്കാൻ. വാറു, എനിക്ക് വല്ലാത്ത ദാഹം. വീട്ടിൽ തിരക്ക് കുറെ ജീരകമുള്ള അനക്ക് ദാഹത്തിന് നല്ലതാണ്. ഇത് അങ്ങനത്തെ ദാഹം അല്ലടി, അന്തർദാ. നീ ഇവിടെ നില്ല, ഞാൻ അകത്തോട്ട് കേറി ദാഹം ഒന്ന് തീർത്തിട്ട് വേഗം ഇങ്ങി വരാം. വേണ്ട വേണ്ട, കാശ് വല്ല ഉണ്ട്. നിങ്ങൾ അങ്ങോട്ട് ചെന്നാലേ അതിനകത്തുള്ള ചാറായം മുഴുക്കം വാങ്ങി അങ്ങോട്ട് കുടിക്കും. അടുത്ത ആഴ്ച കൂലി കിട്ടുമ്പോ കണക്ക് തീർക്കാനേ കാണും. ആ, നിങ്ങൾ ഇങ്ങോട്ട് കുടിക്കും. നിർബന്ധമാണെങ്കിലേ ഞാൻ ചെന്ന് വാങ്ങിക്കൊണ്ട് തരാം. പിടിക്കാം അങ്ങോട്ടോ. കണാരമൂപ്പ, 1/2 കുപ്പി. എടാ വാസു, നീ ഈ കിട്ടുന്ന കാശ് മുഴുവനും കണ്ടവർക്ക് വേണ്ടി എന്തിനാ ചെലവാക്കുന്നത്? ഈ കൂട്ടുകാരൊക്കെ എന്നും ഉണ്ടാവുന്ന വിചാരം. വേണ്ട, അവിടെ ഇരുന്നാ മതി. ഞാൻ പോട്ടെ വാസു. പറഞ്ഞേ, ഒരേട് നീ പോയില്ലേ? പോയി. ലോറി കേടായതുകൊണ്ട് ഷെഡിൽ ഇട്ടൊന്ന് മിനിങ്ങാവുന്ന കരുതി ഇഞ്ഞു പോന്നു. പിന്നെ ഇന്ന് വേറൊരു പ്രോഗ്രാം കൂടിയുണ്ട്. കേട്ടാ വേലു, ഈ പുരുഷന്മാർക്ക് 2 മുഖം. കുടിച്ച് കഴിഞ്ഞ ഒരു മുഖം, കുടിക്കുന്നതിന് മുമ്പ് വേറൊരു മുഖം. നേരാ, ഞാൻ ഇച്ചിരി മോന്തട്ടെ പറയുന്നത്. കുടിക്കുന്നതിന് മുമ്പ് കൊച്ചുപാറു എന്റെ ഭാര്യ, കുടിച്ചു കഴിഞ്ഞാൽ ഞാൻ കൊച്ചുപാറുവിന്റെ ഭാര്യ. പറയുന്നത് കേൾക്കണം. ഈ ആളന്മാർക്കെല്ലാം ഒരു ധാരണയുണ്ട്, കൊച്ചുപാറു എന്നോട് ഒരു വിലയില്ലെന്ന്. തനിക്ക് കാണണം. കൊച്ചുപാറു മനുഷ്യൻ ഒരു ജോലി ചെയ്യാൻ സമ്മതിക്കില്ല. എന്താണെന്ന് വെച്ചാൽ പറഞ്ഞ് തുലയ്ക്കാൻ. കണ്ടോളൂ, പാറുന്റെ അനുസരണ കണ്ട. എടി പാറു, അരി എന്തോടി? ഇപ്പൊ വേവും. എടി, ഇന്ന് ആഴ്ചക്കൂലി കിട്ടിയ ദിവസമല്ലേ എടി? പിള്ളേരെല്ലാം അവിടെ വന്നിരിക്കുന്നുണ്ടല്ലേ? എടി, ആ അരിയത്ത് ഒന്ന് വേഗം വേഗം പറയടി. പറഞ്ഞ പോലെ നേരാണല്ലോ. എടി മീനു, ഇതാ വരുന്നമായി. അച്ഛൻ കുടിച്ചോ. എന്താ അമ്മായി? എടി പെണ്ണെ, ഇന്നത്തെ ദിവസം നീ അങ്ങ് മറന്നോ? അവരെ കണ്ടിരിക്കും. അവിടെ ചെല്ല്. ഞാൻ വാസുവേട്ടനെ വിളിക്കട്ടെ. ഈ പെണ്ണ് എപ്പോ നോക്കിയാലും വാസുവേട്ടൻ വാസുവേട്ടൻ എന്നൊരു വിചാരേ ഉള്ളൂ. വാസുവേട്ടാ, വാസുവേട്ടാ, കഞ്ഞി കുടിച്ച് കഴിഞ്ഞില്ലേ? ഇതാ പുറത്ത് എല്ലാവരും കാത്തു നിൽക്കുന്നു. വേഗം വാ. ചേട്ടന് മീൻ കൂട്ടാൻ